भर्गो देवस्य धीमहि धियो यो न प्रचोदयात् ॐ तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കര യോഗം എന്ന ഒരു പ്രത്യേക ആയുർവേദ കൂട്ട് ഉപയോഗിച്ചിട്ടാണ്. ദേവവിഗ്രഹം വാർക്കാനുള്ള ഒരു മിശ്രിതമാണിത്. ശ്രീ പത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹം 12,008 സാളഗ്രാമങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. സാളഗ്രാമങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിച്ച മിശ്രിതമാണിത്. ഇതിൽ പ്ലാവിൻ പശ, കൂവളപ്പശ, തിരുവട്ടപ്പശ, ത്രിവേണി സംഗമത്തിലെ മണ്ണ്, സമുദ്രമണ്ണ്, നദിയിലെ മണ്ണ്, അരിച്ചെടുത്ത മണൽ, ഗംഗാതടത്തിലെ മണ്ണ്, പഞ്ഞി, ചെഞ്ചല്യം, നെല്ലിക്ക, കടുക്ക, കോലരക്ക്, ഗംഗാതീർത്ഥം, അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഗംഗാജലം, മരുതിൻ തോൽ കഷായം, നാൽപ്പാമര കഷായം, ഗോരോചനം, കസ്തൂരി, ചന്ദനം, രക്തചന്ദനം, പശുവിൻ പാൽ, തൈര്, നെയ്യ്, ശംഖ് പൊടിച്ചത്, ആന കുത്തിയ മണ്ണ്, കാള കുത്തിയ മണ്ണ്, കലപ്പമണ്ണ്, പുറ്റുമണ്ണ്, ഞണ്ട് മണ്ണ്, ത്രിഫല, കരിങ്ങാലി, മർവം, ഇളനീരിൻ്റെ വെള്ളം എന്നിവ കൊണ്ടാണ് ഈ പ്രത്യേകതരം ആയുർവേദ കൂട്ടുണ്ടാക്കുന്നത്. ഇതിലെ പ്രധാന ഘടകം നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും ലഭ്യമാക്കിയിട്ടുള്ള സാളഗ്രാമം എന്ന ഫോസിലുകളാണ്. ഈ പ്രത്യേകത ഉള്ളതിനാൽ മൂലവിഗ്രഹത്തിൽ നിർമാല്യ പൂജ നടത്താറില്ല. നിർമാല്യ പൂജ നടത്തുന്നതിന് പ്രത്യേകം തയ്യാറാക്കിയ വിഗ്രഹങ്ങൾ ഉണ്ട്. ഒറ്റക്കൽ മണ്ഡപത്തിന് താഴെ ഭഗവാന്റെ പാദഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശ്വക്സേന വിഗ്രഹം നിർമാല്യധാരിയായ തൃക്കൈയിൽ ശംഖ്, ചക്രം, ദണ്ഡ്, വരമുദ്രയോടുകൂടി താമരയിലിരിക്കുന്ന രീതിയിലുമാണ് പ്രതിഷ്ഠ. വിഷ്ണുവിൻ്റെ അംശമാണ് വിശ്വക്സേനൻ. ചിരഞ്ജീവിയാണ്. വിഷ്ണു ഭഗവാന്റെ പരിപൂർണ പരിപാലനം വിശ്വക്സേനനിൽ അർപ്പിതമാണ്. മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്ന ഏതൊരു വസ്തുവും വിശ്വക്സേനനെ കാണിച്ച ശേഷം മാത്രമേ ഭഗവാന് സമർപ്പിക്കുന്നുള്ളൂ. ക്ഷേത്രത്തിലെ നിത്യ ചെലവ് കണക്കുകൾ ബോധിപ്പിക്കുന്നത് വിശ്വക്സേനന്റെ മുൻപിലാണ്. ഈ വിഗ്രഹവും കടുശർക്കര യോഗത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഘടന ഒരു മനുഷ്യൻ കിടക്കുന്ന രൂപത്തിലാണ്. ക്ഷേത്രത്തിന് പ്രതിഷ്ഠ പോലെ തന്നെ താഴികക്കുട പ്രതിഷ്ഠയും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നവര നെല്ല് നിറച്ചാണ് താഴികക്കുടം പ്രതിഷ്ഠിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉദ്ദേശം 275 വർഷങ്ങൾക്ക് ശേഷമാണ് താഴികക്കുട സമർപ്പണം നടക്കുന്നത്. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത അത്ഭുതമുളവാക്കുന്ന ശില്പങ്ങളും തൂണുകളും നിറഞ്ഞ നടപ്പാത കടന്ന് ശ്രീകോവിലിനുള്ളിലെ ഒറ്റക്കൽ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ കാണുന്ന ഭഗവാന്റെ പ്രൗഢഗംഭീരമായ ശിരസ്സും മുഖവും, യോഗമുദ്രയിൽ താഴേക്ക് നീട്ടിയ കൈപ്പത്തിയും വിരലുകളും, നാഭിയിലെ താമരയിലെ ബ്രഹ്മാവും, വിധേയത്വം തോന്നിപ്പിക്കുന്ന കാൽപാദങ്ങളും, ഈ രൂപം മനസ്സിലേക്ക് പകർത്താൻ കഴിയുന്ന ഭക്തന് അനിർവചനീയമായ അനുഭൂതിയാകും ഉളവാകുക.